തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF തോൽവിക്ക് പിന്നാലെയുണ്ടായ വിമർശനങ്ങളിൽ പ്രതികരണവുമായി മേയർ ആര്യ രാജേന്ദ്രൻ. നോട്ട് ആൻ ഇഞ്ച് ബാക്ക് എന്ന് ആര്യ രാജേന്ദ്രന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ്. മുൻ കൌൺസിലർ ഗായത്രി ബാബു ആര്യ രാജേന്ദ്രനെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. വിമർശനം മന്ത്രി വി ശിവൻകുട്ടി തള്ളി. ഗായത്രി ബാബുവിന്റെ പ്രസ്താവന അത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനം മാത്രമാണ്, അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ ആഘാതത്തിൽ നടത്തിയിട്ടുള്ളത്. BJPക്കെതിരായിട്ട് കോർപ്പറേഷൻ കൌൺസിലിൽ ഉറച്ച നിലപാട് തന്നെയാണ് ആര്യ രാജേന്ദ്രൻ സ്വീകരിച്ചിട്ടുള്ളത്. 5 വർഷവും ആദ്യമായിട്ടാണ് മേയറാവുന്നത്, പ്രായത്തിൽ കുറവാണ് എങ്കിൽ പോലും ആ രാഷ്ട്രീയ പക്വത നിലനിർത്തിക്കൊണ്ട് 5 വർഷക്കാലവും BJPയെ ഇഞ്ചിന് അവർ ഒരു കാര്യം വിട്ടുകൊടുക്കാതെ പ്രതിരോധിച്ചിരുന്നുള്ള കാര്യം സത്യമാണ്. നിലവിൽ ആര്യ രാജേന്ദ്രനെതിരെ പാർട്ടിക്കകത്തു നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. 40 വർഷത്തിലധികമായി CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം തങ്ങളുടെ കോട്ടയാണെന്ന് വിശ്വസിച്ച ഇടത് കോട്ടയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് 50 സീറ്റുകളോടെ NDA കൈപ്പിടിയിൽ ഒതുക്കുന്നത്. ഇതിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലായിരുന്നു ഈ ഭരണസമിതിയിലെ തന്നെ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള മുതിർന്ന CPIM നേതാവിന്റെ മകൾ കൂടിയായ ഗായത്രി ബാബു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് വലിയ വിവാദത്തിലായത്. പാർട്ടി പരസ്യമായി നിലവിൽ ആര്യ രാജേന്ദ്രനെ തള്ളി പറയുന്നില്ലെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. പ്രധാനമായും ഗായത്രി ബാബു മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ ചെറിയ കാര്യങ്ങളല്ല. കാരണം പാർട്ടിയേക്കാൾ വലുതാണെന്ന ആര്യ രാജേന്ദ്രന്റെ ഭാവവും അധികാരപരമായി തന്നേക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയവും ഉൾപ്പെടെ കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസ് ആക്കി സ്വന്തം ഓഫീസ് എടുക്കാൻ കാണിച്ച ഈ ഒരു വ്യഗ്രതയാണ് ഇത്തരത്തിലുള്ള തോൽവിക്ക് കാരണം. ഈ പാർട്ടി സഖാക്കളെ, അതായത് ഗായത്രി ബാബുവിന്റെ ഈ പരസ്യമായ വിമർശനത്തിലൂടെ പുറത്തു വരുന്നത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായമാണോ? പാർട്ടിയിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം അഭിപ്രായം, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം ആര്യ രാജേന്ദ്രന് വേണ്ടി തിരുവനന്തപുരം CPIMനുള്ളിൽ പ്രവർത്തിക്കുന്നു എന്ന ഒരു വിലയിരുത്തൽ നിലവിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനം അതിന് നൽകാൻ സാധിക്കില്ല. ഒരു പൊതുവികാരം നിലവിൽ ആര്യ രാജേന്ദ്രനെതിരെ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. കാരണം ആര്യ രാജേന്ദ്രനും ഗായത്രി ബാബുവുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതിനപ്പുറത്തേക്ക് ആര്യയുടെ പെരുമാറ്റത്തിലും പാർട്ടി സഖാക്കളോടും ഒപ്പം തന്നെ പാർട്ടിയിലെ തന്നെ സഹപ്രവർത്തകരായ മറ്റ് കൌൺസിലർമാരോടുമുള്ള പെരുമാറ്റവും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇതോടുകൂടി തന്നെ വ്യക്തമാകുന്നുണ്ട്. ആര്യ രാജേന്ദ്രനോട് മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് പ്രതികരണങ്ങൾ ആരാഞ്ഞിരുന്നു. പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇതുവരെ ഏതായാലും ആര്യ രാജേന്ദ്രന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം വന്നിട്ടില്ല. മനീഷ് മഹിവാലാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.